നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. അങ്ങനെ തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ വന്നിങ്ങനെ ഗംഭീരമായിട്ട് ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അതില് വലിയ രണ്ട് ആഘോഷങ്ങളുണ്ട്. ആ ആഘോഷങ്ങളൊന്ന് കാണേണ്ടത് തന്നെയാണ്. നമ്മൾക്കൊന്നും അതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം നമ്മളൊക്കെ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിൽ ഇനി സംഭവിക്കാണ്ടിരിക്കുന്നത് എന്ത് എന്ന് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ് ഒരുപാട് കേസുകളും ഒരുപാട് വട്ടം ജയിൽവാസമൊക്കെ അനുഭവിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾക്കിതിൽ പുതുമയൊന്നുമില്ല. മതേതര ഹിന്ദുക്കൾ ഉണ്ടല്ലോ, പിന്നെ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ടല്ലോ, കേരള കോൺഗ്രസ് അതല്ലെങ്കിൽ കോൺഗ്രസ് UDF എന്നൊക്കെ കാണുമ്പോഴേക്കും ചൂണ്ടുവിരലും കൊണ്ടുപോയിട്ട് ഇങ്ങോട്ട് കുത്തി വളർത്തി ഈ നാടിന്ന് കുട്ടിച്ചോറാക്കി മാറ്റിയില്ലേ, അതിന് നീയൊക്കെ ഉത്തരവാദികൾ തന്നെയാണ് മതേതര ഹിന്ദുവേ, പിന്നെ ക്രിസ്ത്യാനി പാതിരിമാരെ കുഞ്ഞാടുകളെ എന്ന് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. ഇനി കൂടുതൽ പറയുന്നില്ല, രണ്ട് വീഡിയോ ക്ലിപ്പ് നമുക്ക് കണ്ടിട്ട് ഓടി വരാം മക്കളെ, കണ്ടു നോക്കൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ആണ് ഇനി പോകുന്നത്. മലപ്പുറത്ത് ആടിന്റെ തലയറുത്ത ജിഹാദികളുടെ ആഹ്ലാദ പ്രകടനം. തവനൂരിലാണ് സംഭവം. രാജ്യങ്ങളിലും നടത്തുന്ന രീതിയിലുള്ള ആഹ്ലാദ പ്രകടനത്തിന് സമാനമാണ് ഈ മലപ്പുറത്തെ ഈ സംഭവം എന്ന കാര്യത്തിൽ സംശയമില്ല. എന്താണ് അവിടെ സംഭവിച്ചത്, പറയൂ. ഗൗതം രാഖി, അത് കഴിഞ്ഞ ദിവസമായിരുന്നു മലപ്പുറം തവനൂരിൽ KT ജലീലിന് എതിരായി നിന്നിരുന്ന സ്ഥാനാർത്ഥിയായിട്ടുള്ള VS ജോയ് വിജയിച്ചത്. ഈ VS ജോയ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി നിന്നുകൊണ്ടാണ് അവിടെ വിജയിച്ചത്. അതിനുശേഷം മുസ്ലിം ലീഗിന്റെയും SDPയുടെയും ഒക്കെ പ്രവർത്തകർ ചേർന്ന് നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടെയാണ് ഇത്തരത്തിലൊരു ഞെട്ടിക്കുന്ന സംഭവം പുറത്തു വന്നിരിക്കുന്നത്. ഒരാടുമായി ആഹ്ലാദ പ്രകടനം നടത്തുന്നു. അതിനുശേഷം ആടിന്റെ കഴുത്തിൽ KT ജലീലിന്റെ ഒരു ചിത്രം അത് കെട്ടിത്തൂക്കിക്കൊണ്ടാണ് ആടുമായി ഈ നഗരത്തിലൂടെ പ്രദർശനം നടത്തുന്നത്, ആഹ്ലാദ പ്രകടനം നടത്തുന്നത്. അതിനുശേഷം ആ നഗര തന്നെ വെച്ച് അല്പം മാറി ഈ ആടിന്റെ തല ഇറക്കുന്നു. ഈ അറുത്ത തല വെച്ചുകൊണ്ട് പിന്നീട് ഇത്തരത്തിലുള്ള ആഹ്ലാദ പ്രകടനം നടത്തുന്ന കാഴ്ചയാണ് മലപ്പുറത്ത് നിന്ന് വന്നിരിക്കുന്നത്. ലീഗിന്റെ പ്രവർത്തകരാണ്, മുസ്ലിം ലീഗിനെ ജയ് വിളിച്ചുകൊണ്ടാണ് ആ പ്രവർത്തകർ ഈ ആടിന്റെ അറുത്ത ചോരയൊലിക്കുന്ന തലയുമായി ആ നിരത്തിലൂടെ ആഹ്ലാദ പ്രകടനം നടത്തിയിരിക്കുന്നത് എന്നതാണ് ഈ മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടാകുന്നത്. കേരളത്തിൽ മുമ്പ് ഒരിക്കലും ഇങ്ങനെ ഒരു ആഹ്ലാദ പ്രകടനം കേരള സമൂഹം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഒരു ജീവിയെ അറുത്തുകൊണ്ട്, നിഷ്കരുണം അറുത്തുകൊണ്ട് ഈ രീതിയിൽ ഒരു ക്രൂരമായ ഇത്തരത്തിലുള്ള ഒരു ആഹ്ലാദ പ്രകടനം നടത്തുന്നത്, ഇത് പുറത്തു വന്നതിന് പിന്നാലെ, ഈ വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അതായത് താലിബാനിൽ, അതായത് തീവ്രവാദികൾ ചെയ്യുന്ന അതേ രീതിയിലാണോ നിങ്ങൾ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. സാധാരണ വെടിപൊട്ടിച്ചും അല്ലെങ്കിൽ അത്തരത്തിൽ ജീവികളെ കഴുത്തറുത്തുമൊക്കെയുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടുവരുന്നത് ഇത്തരത്തിൽ താലിബാനികളുടെയും അതുപോലെ ജിഹാദികളുടെയും ഒക്കെ ഭാഗത്ത് നിന്ന്. അതേ രീതിയിൽ തന്നെ ഇത് ഏതെങ്കിലും ഒരിടത്തു നിന്നല്ല. കഴിഞ്ഞ ദിവസം കാസർഗോഡും ഇതേപോലെ NDA സ്ഥാനാർത്ഥിയായിരുന്ന സുരേന്ദ്രന്റെ ഫ്ലെക്സ് ബോർഡ് ബോംബ് വെച്ച് തകർത്തുകൊണ്ട് ആഹ്ലാദ പ്രകടനം നടത്തുന്നത് കണ്ടു. ഇതേ മുസ്ലിം ലീഗ് തന്നെയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ കോഴിക്കോട്, മലപ്പുറത്ത് നിന്നും ഇത്തരത്തിലൊരു വാർത്ത വരികയാണ്. ഒരു ജീവിയെ നിഷ്കരുണം കൊന്ന് ആ ചോരയൊലിക്കുന്ന തലയുമായി നഗരമധ്യത്തിലൂടെ ആഹ്ലാദ പ്രകടനം നടത്തിപ്പോകുന്ന ഒരു മെന്റാലിറ്റി, ഒരു മനോനില എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അതീവ ഗൗരവത്തോടെയാണ് ഇത് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ കേരള സമൂഹമൊക്കെ ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന പാർട്ടിയുടെ പ്രതിനിധികൾ, പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് എന്നുള്ളത്. കണ്ടല്ലോ മക്കളെ, എങ്ങനെയുണ്ട്, ഗംഭീരല്ലേ. ഇനി ചെറിയൊരു ക്ലിപ്പൂടെ ഈ വീഡിയോയിൽ തന്നെ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഇവിടെ കാണിച്ചില്ല. അതുകൂടെ ഒന്ന് കാണാം. ചെറിയ ക്ലിപ്പാ, കണ്ടു നോക്കൂ. ഇതെന്തെന്നറിയാമോ? ഇത് മഞ്ചേശ്വരത്ത് K സുരേന്ദ്രനെ തോൽപ്പിച്ച സുഡാപ്പികളുണ്ടല്ലോ, മുസ്ലിം ലീഗ് എന്ന് വിളിക്കുന്ന മതേതര തേങ്ങാക്കൊലയുണ്ടല്ലോ, അവന്മാരുടെ ആഘോഷ. അതായത് K സുരേന്ദ്രനെ നേരിട്ട് കിട്ടാത്തത് കൊണ്ട് K സുരേന്ദ്രന്റെ ഫ്ലെക്സ് വെച്ചുകൊണ്ട് അതിൽ ബോംബ് വെച്ച് പൊട്ടിക്കുക എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ കണ്ടിട്ടുള്ളത് വേറെ എവിടേക്കാ? അഫ്ഗാൻ പോലെയുള്ള, പാകിസ്ഥാൻ പോലെയുള്ള, ബംഗ്ലാദേശ് പോലെയുള്ള ഇസ്ലാമിക കൊടുംഭീകര രാജ്യങ്ങളിൽ മാത്രമാണ് കാണാറ്. അത് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും വെച്ചുകൊണ്ടാണ് ചെയ്യാറ്. ജീവനോടെ പൊട്ടിക്കുന്നതും ജീവനോടെ കത്തിയെരിയുന്നതും ജീവനോടെ ബോംബ് വെക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാ, കട്ട് ചെയ്ത് കണ്ടതാ നമ്മൾ. എന്നിട്ടോ അതിൽ നിന്ന് പഠിച്ചോ ഹിന്ദുവും ക്രിസ്ത്യാനിയും? ഇല്ലെന്ന്. ഇനി ആദ്യം കണ്ടത് എന്താണ് നോക്കൂ. തവനൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ KT ജലീൽ എന്ന് പറയുന്ന ആദ്യം രാജ്യം നിരോധിച്ച സിമി എന്ന് പറയുന്ന സംഘടന, ആ സംഘടന നിരോധിച്ച സമയത്ത് മെല്ലെ മുസ്ലിം ലീഗിലേക്ക് വന്നു. മുസ്ലിം ലീഗില് രണ്ട് കള്ളന്മാർ, രണ്ട് കൊള്ളക്കാർ ഒരു തോണിയിൽ വേണ്ട എന്ന ആ പ്രശ്നം വന്ന സമയത്ത് കുഞ്ഞാലിക്കുട്ടിയോട് പിണങ്ങി എന്ന രീതിയിൽ തന്നെ തെറിച്ച് ഇപ്പുറത്തോട്ട് വന്നു. എവിടേക്കാ വന്നത്? CPM എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, നാട് കുട്ടിച്ചോറാക്കിയ ഒരു പാർട്ടി, ആ പാർട്ടിയിലേക്ക് വന്നു. എന്നിട്ടും അയാൾ അടങ്ങിയിരുന്നോ? ഈന്തപ്പഴത്തിന്റെ ഉള്ളിലും ഖുറാന്റെ ഉള്ളിലും വിദേശത്ത് നിന്ന് സ്വർണം കടത്തിയെന്ന ആരോപണം പോലും നേരിട്ട് അങ്ങനെ മെല്ലെ ഇടതുപക്ഷത്തിൽ നിന്ന് അകന്ന് മെല്ലെ പുറത്തോട്ട് ചാടി. ഇപ്പോഴും ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്രനാണെന്ന് വെപ്പ്. എന്തായാലും അവനെ തോൽപ്പിച്ചു സുഡാപ്പികൾ ഒന്നിച്ചുകൂടി. ആ തോൽപ്പിച്ച സുഡാപ്പികളുടെ വിജയാഘോഷമാണ് നമ്മൾ കണ്ടത്. നോക്കൂ, ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും കണ്ടിട്ടുണ്ട്. ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും
ക്രിസ്ത്യാനിയെയും ഒക്കെ കഴുത്തറത്തുകൊണ്ടും വെടിവെച്ചുകൊണ്ടും തീ കൊളുത്തിക്കൊണ്ടും എങ്ങനെയൊക്കെ ദ്രോഹങ്ങൾ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ ഭീകരമായിട്ടുള്ള രീതിയിൽ ചെയ്യാമോ ആ രീതിയിൽ കാഫിറുകളെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ അത് നടക്കില്ല. കാരണം എന്താ? ഭാരതം ഭരിക്കുന്നത് നട്ടെല്ലുള്ള ഒരു സംഘടനയുടെ പിൻബലത്തോടു കൂടി BJP എന്ന് പറയുന്ന NDA എന്ന് പറയുന്ന ഈ RSSന്റെ ആ മാതൃ സംഘടനയിൽ നിന്ന് വളർന്നു വന്നവരായതുകൊണ്ട് ഇവിടെ മനുഷ്യന്റെ തല വെട്ടിക്കൊണ്ടോ വെടിവെച്ചുകൊണ്ടോ ബോംബിട്ടുകൊണ്ടോ പരിപാടി നടക്കില്ല. അപ്പോൾ അവർ പ്രതീകാത്മകമായിട്ട് എന്ത് ചെയ്തു? കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന കേരളത്തിന്റെ പ്രധാനപ്പെട്ട മുതിർന്ന ഒരു നേതാവ്, ആ നേതാവിന്റെ ഫ്ലെക്സിൽ ബോംബ് വെച്ച് പൊട്ടിച്ചവർ ആഘോഷിച്ചു. പിന്നെയോ ആടിന്റെ തലയെറുത്ത് മനുഷ്യന്റെ തലയെറുത്ത് ആഘോഷിക്കേണ്ട ഞങ്ങൾക്ക് അത് സാധിക്കാത്തത് കൊണ്ട് ഇപ്പോഴെന്ന് ഞങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇത് ആടിന്റെ തലയെറുത്ത് പച്ചയ്ക്ക് ജനങ്ങളുടെ മുൻപിലൂടെ ചോരയിറ്റിറ്റ് വീണ് ആടിന്റെ തലയും തൂക്കിപ്പിടിച്ച് ഞങ്ങൾ ആഘോഷ പ്രകടനം നടത്തും. ഇത് നമ്മൾ കണ്ടിട്ടുള്ളത് ISIS എന്ന് പറയുന്ന കൊടുംഭീകരന്മാരിലാണ്, അൽ ഖ്വയ്ദ എന്ന് പറയുന്ന കൊടുംഭീകരന്മാരിലാണ്. അങ്ങനെ ലോകത്താകമാനം പരന്നു കിടക്കുന്ന വ്യത്യസ്ത പേരുകളിലുള്ള എല്ലാത്തിന്റെയും അടിസ്ഥാനമായിട്ടുള്ള ഒരേ ഒരു കിതാബിന് കീഴിലുള്ള ഈ മുസ്ലിം എന്ന് പറയുന്ന ഇസ്ലാം എന്ന് പറയുന്ന ഇവരുടെ വിഭാഗത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് അനുഭവിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. നമ്മളൊക്കെ ഇത് പച്ചയ്ക്ക് വീണ്ടും 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 നിങ്ങളോട് പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞു ഹിന്ദു മതേതര? നിങ്ങൾ എന്ത് പറഞ്ഞു ക്രിസ്ത്യൻ മതേതര? നിങ്ങൾ എന്ത് ചെയ്തു കമ്മ്യൂണിസ്റ്റ് ഹിന്ദുവേ? നിങ്ങൾ എന്ത് പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് ക്രിസ്ത്യാനിയെ? നിങ്ങൾ എന്ത് ചെയ്തു കോൺഗ്രസ് മതേതരൻ ഹിന്ദുവേ? കോൺഗ്രസ് ക്രിസ്ത്യാനി നിങ്ങൾ എന്ത് പറഞ്ഞു? ഇതാ വർഗീയത പച്ചയ്ക്ക് പറയുന്നേ എന്നല്ലേ നീയൊക്കെ പറഞ്ഞത്? കണ്ടോടോ, അനുഭവിച്ചോടോ. ഈ കേരള ചരിത്രത്തിൽ എന്ന് വേണ്ട ഈ ഭാരത ചരിത്രത്തിൽ തന്നെ ഈ അൽ കേരളത്തിൽ ഈ ഇസ്ലാമിക ജിഹാദികൾ പുളച്ചു മറിയുന്ന ഈ കേരളത്തിൽ അല്ലാതെ ഇത്തരത്തിലൊരു കാഴ്ച നിനക്ക് കാണാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ലെന്നേ. അതും മലപ്പുറം ജില്ല എന്ന് പറയുന്ന ഈ ജില്ലയിലും കാസർഗോഡ് എന്ന് പറയുന്ന ആ ജില്ലയിലും പിന്നെയോ പെരുമ്പാവൂർ അടക്കമുള്ള ഈ പറയുന്ന ഈരാറ്റുപേട്ട അടക്കമുള്ള സ്ഥലങ്ങളിൽ നീ കണ്ടു. പൂഞ്ഞാർ MLA ആയിരുന്ന PC ജോർജിന്റെ വീട്ടിലേക്ക് ഇസ്ലാമിക ജിഹാദികൾ വെച്ചടി വെച്ച് അദ്ദേഹത്തിനെതിരെ പടക്കമെറിയുകയും ആ വീട്ടിലേക്ക് വൃത്തികേടുകൾ കാണിക്കുകയും ചെറ്റത്തരം കാണിക്കുകയും ചെയ്തപ്പോൾ തോക്കെടുത്തുകൊണ്ട്, ലൈസൻസ് ഉള്ള തോക്കെടുത്തുകൊണ്ട് തന്നെ എന്ന് പറയേണ്ടതുണ്ട്, PC ജോർജ് നെഞ്ചും വിരിച്ച് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ കണ്ടം വഴി ഓടിയ സുഡാപ്പികളെ, ഇസ്ലാമിക ഭീകരന്മാരെ നിങ്ങൾ കണ്ടതല്ലേ? ഈ നാട്ടിലല്ലാതെ ഇവിടെ സംഭവിക്കുമോ? 23ഓളം സീറ്റുകളിൽ ഇവർ വിജയിച്ചിട്ടുണ്ട്. ആരാ? മുസ്ലിം ലീഗ് വിജയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ മലപ്പുറം ജില്ല തിരൂർ എന്ന പേരിൽ മറ്റൊരു ജില്ലയായി ഭേദിക്കണം, വിഭജിക്കണം എന്ന് പറഞ്ഞത്? ഇവർക്ക് എന്നും വിഭജനം മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെയാണല്ലോ ഈ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും അടക്കമുള്ള നമ്മുടെ അഖണ്ഡ ഭാരതത്തിൽ നിന്നും വെട്ടിമുറിച്ച് അന്ന് ലീഗായിരുന്നു, ഇന്ന് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ മുസ്ലിം ലീഗിന്റെ തന്നെ, പാകിസ്ഥാന്റെ മുസ്ലിം ലീഗിന്റെ തന്നെ കൊടിയും പേറിക്കൊണ്ട് ഇന്നും ഞങ്ങൾ ഭാരതത്തെ വിഭജിക്കാൻ ഇതാ നടക്കുന്നു എന്ന സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന ഇവറ്റകൾ ചെയ്യുന്ന ഈ കൊടും ഭീകരത നിങ്ങൾ മതേതരമെന്ന് വാഴ്ത്തിക്കൊണ്ട്, നിങ്ങൾ അറിയാതെ ചെറുക്കന്മാർ ചെയ്ത വികാരത്തിന്റെ മേൽ ചെയ്തതെന്ന് വാഴ്ത്തിക്കൊണ്ട് ലളിതവൽക്കരിക്കുന്നു എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇതിൽ നിന്നൊന്നും ഇവിടെ അവസാനിക്കില്ല. ഇപ്പോൾ ഏകദേശം 23ഓളം സീറ്റുകളിൽ വിജയിച്ചിട്ടുള്ള ഇവറ്റകൾ ഇനി ഈ പറയുന്ന തിരൂർ ജില്ല വിഭജിച്ചു കഴിഞ്ഞാൽ വീണ്ടും കുറെ എണ്ണം വരും. പിന്നെയോ വീണ്ടും പല സ്ഥലങ്ങളിലും പെറ്റുപെരുകി ഈ കേരളം വീണ്ടും വീണ്ടും വിജയിച്ച് ഈ കേരളത്തിൽ ഇവന്മാർ മാത്രമായി ഭൂരിപക്ഷം വരുന്ന, ഇവന്മാർ മാത്രം ഭരിക്കുന്ന രീതിയിലേക്ക് ഈ നാട് മാറും. അപ്പോഴോടും നിന്നോടൊക്കെ ഞങ്ങൾ പറഞ്ഞ ഒരുപാട് ചെറിയ ചെറിയ ആളുകൾ പറഞ്ഞ ആ വാക്കുകൾ ഇങ്ങനെ ഉയർന്നുയർന്ന് കേൾക്കും. കാശ്മീർ പണ്ഡിറ്റുകൾ അനുഭവിച്ചത് നീ കണ്ടില്ലേ? കാശ്മീർ പണ്ഡിറ്റുകളെ കണ്ടം വഴി ഓടിച്ചത് നീ അറിഞ്ഞില്ലേ? എത്ര ഉറക്കെ നിന്നോട് ഞങ്ങൾ ഇത് പറഞ്ഞു. അന്ന് നീ ഞങ്ങൾക്ക് ചാർത്തി തന്നു എന്ത്? മതവർഗീയ പട്ടം, എന്നിട്ടോ സംഘിപ്പട്ടം. ഇതൊക്കെ ചാർത്തി തന്ന ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ഞങ്ങൾക്കും നിങ്ങൾക്കും എന്ത് സംഭവിച്ചു എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനും വരാനിരിക്കുന്ന വലിയ വലിയ തലമുറകൾക്കും ഇനി ഇവിടെ മാന്യമായി സമാധാനത്തോടെ ജീവിക്കാനുള്ള അന്തരീക്ഷം ആര് നഷ്ടപ്പെടുത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരേ ഒരു ഉത്തരമേ ഉള്ളൂ. മതേതര പട്ടമണിഞ്ഞ് നടക്കുന്ന, കുപ്പായമണിഞ്ഞ് നടക്കുന്ന ഹിന്ദുവേ നീ തന്നെ. പിന്നെയോ മതേതര പട്ടമണിഞ്ഞ് നടക്കുന്ന, എന്ത് വന്നാലും ആര് തകർന്നാലും ഞങ്ങൾ കോൺഗ്രസിന് മാത്രമേ വോട്ട് ചെയ്യുകയുള്ളൂ, ഇവിടെ BJPയെ ഭരിക്കാൻ അനുവദിക്കില്ല, BJPക്ക് ഒരു സീറ്റ് പോലും നൽകാൻ അനുവദിക്കില്ലെന്നും പറഞ്ഞ് നടക്കുന്ന കുഞ്ഞാടുകളെ, ആവശ്യത്തിന് വേണ്ടി വരുമ്പോൾ RSSും BJPക്കാരനും അല്ലാതെ നിനക്ക് ഇസ്ലാമിക ജിഹാദികളിൽ നിന്ന് ആരാണൊരു സംരക്ഷണം നൽകിയിട്ടുള്ളത് എന്ന് ഏതെങ്കിലും സമയത്ത് നീ ചിന്തിച്ചിട്ടുണ്ടോ? നിന്റെ അരമന നിരങ്ങി പിതാക്കന്മാർ പറയുന്ന കുഞ്ഞാട് വാക്യങ്ങൾ കേട്ടുകൊണ്ട് നീ വോട്ട് കുത്താൻ പോകുമ്പോൾ നീ ചിന്തിച്ചിട്ടുണ്ടോ നിന്റെ വരാനിരിക്കുന്ന തലമുറയ്ക്ക് ഇതല്ല ഇതിനപ്പുറമാണ് നീ സമ്പാദിച്ചു വെച്ചിട്ടുള്ള ഇസ്ലാമിക കൊടുംഭീകരത ഈ നാട്ടിൽ നിന്ന് നീ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ഞങ്ങൾക്കെതിരെ മതവർഗീയത പറയുന്നേ എന്ന് പറഞ്ഞ് നാവിട്ടലയ്ക്കുന്ന, ചിന്തിക്കുന്ന, വോട്ട് കുത്തുന്ന നീ ചിന്തിച്ചോ ഇതല്ല ഇതിനപ്പുറം ഇനിയും സംഭവിക്കും? അതിന്റെ സൂചന മാത്രമാണിത്. സൂചനയും കൊണ്ട് പഠിക്കാതെ ഇനിയും ഹിന്ദുവേ ക്രിസ്ത്യാനി
നീ ഇസ്ലാമിക ജിഹാദികൾക്ക് കുടപിടിച്ചുകൊണ്ട് മതേതര പട്ടമണിഞ്ഞ് നടക്കാനാണ് ഭാവമെങ്കിൽ നാളെ നിന്റെ ഗതി ഈ പറഞ്ഞ ആടിന്റെ ഗതിയാവും, ഈ പൊട്ടിത്തെറിച്ച ഫ്ലെക്സ് ബോർഡ് പോലെയാവുമെന്ന് പച്ചയ്ക്ക് പറയാതെ തരമില്ല. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.